ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാൻസ്. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞതാ ഒരു വില്ലേജ് കണ്ടെത്തലാണ്. അത് അതിൻ്റെ ബാക്കിൽ കാണുന്നുണ്ട് അറിയില്ല. ഓൾറെഡി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എൻ്റെ ബേസിൻ്റെ ഒരുപാട് ദൂരമൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിലും എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ആ കാണുന്നതാണ് നമ്മുടെ വില്ലേജ്. അപ്പോൾ ഇന്നത്തെ ഗോൾ പറഞ്ഞാൽ വില്ലേജിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കലാണ്. ഇത് ആദ്യം തന്നെ ബ്രൂൺ സ്റ്റാൻഡ് ഇട്ടിയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഞാൻ വില്ലേജിൽ വന്നാൽ തന്നെ കാര്യമായിട്ട് ഫുഡ് ഐറ്റംസ്, അതായത് നമുക്ക് ഇനി നമ്മളെ ബേസിൽ ഇരിക്കുമ്പോൾ ഫുഡിന് അങ്ങനെ ഓരോ പ്രശ്നം വരാൻ പാടില്ല. അപ്പോൾ അതിനുള്ള ഇതേപോലെ വീറ്റ്, അതേപോലെ ബീട്രൂട്ട് തൊട്ടപ്പുറത്തിട്ട്, അപ്പോൾ അങ്ങനത്തെ ഉള്ള ഫാം ചെയ്യാനുള്ള ഐറ്റംസ് മൊത്തം കളക്ട് ചെയ്യലാണ് ഇന്നത്തെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ അതാണ്. ഞാനാണെങ്കിൽ ഒറ്റ സൈഡ് പോലും അവിടുന്ന് വിടുന്നില്ല, കാരണം അത്രയ്ക്ക് ആവശ്യമാണ്. പിന്നെ അതാ ഹേബൽ ഇത് അവിടെ തന്നെ ഉണ്ട്. ഹേബലൊന്നും ഒന്നും വിടില്ല, കാരണം അത് വെച്ച് കണ്ട് നമുക്ക് ഒരുപാട് വീറ്റും അതുപോലെ വെച്ച് കണ്ട് ഒരുപാട് ബ്രെഡ് ഉണ്ടാക്കാം. അപ്പോൾ മുന്നത്തെ വീഡിയോ ഒന്നും കാണാത്തൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പാർട്ട് 1 മുതൽ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. പിന്നെ അതാ വീണ്ടും ഞാൻ വീറ്റ് കളക്ട് ചെയ്യാൻ തുടങ്ങി, കാരണം നമ്മളെ വീട്ടിലേട്ടുള്ള ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സീഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒക്കെ കളക്ട് ചെയ്തു. തൊട്ടടുത്ത് ചെസ്റ്റ് തുറന്ന് നോക്കി, അതിലിതാ എമറാൾഡ് ആവശ്യമുള്ളൂ. ഇപ്പോൾ എമറാൾഡും പിന്നെ കുറച്ച് പൊട്ടാറ്റോയും ആ ബണ്ടിലും അതിനുള്ള ഇപ്പോൾ കാര്യമായിട്ട് ആവശ്യമുള്ളൂ. എൻ്റെ സ്റ്റോറേജ് ആണെങ്കിൽ ആകെ നിറഞ്ഞിക്കണം. എനിക്ക് ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ തിരിച്ചങ്ങോട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ സാധനങ്ങൾ എടുത്ത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റാണ് മെയിനായിട്ടുള്ള ആവശ്യം. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ വില്ലേജ് ബ്രീഡറൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. എൻ്റെ ഇൻവെൻറ്ററൊക്കെ ആകെ നിറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം മീറ്റ് അടക്കം ഞാൻ പുറത്ത് കിട്ടിയിട്ടാണ് ഈ ക്യാരറ്റ് എടുക്കുന്നത്, കാരണം മീറ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഞാൻ ഇപ്പോൾ ഈ വില്ലേജ് ഇപ്പോൾ കണ്ടെത്തിയതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നോക്കിയാലും ഫാമാണ്. എത്രങ്ങാനും ഫാമുകളാണ് അവിടെ ഉള്ളത്. ഒരുപാട് ഈ ഐറ്റംസ്, അതായത് പൊട്ടാറ്റോ ആണെങ്കിലും അങ്ങനത്തെ എല്ലാതും കിട്ടിയിട്ടുണ്ട്. ഹേബലൊക്കെ കണ്ടമാനുണ്ടായിരുന്നു. ഒക്കെ ഒന്നുപോലും വിടാതെ ഞാൻ മൊത്തം എടുത്തത്. 4-5 ഫാമിന് ഒറ്റ വില്ലേജിൽ നിന്നാണ് നമുക്ക് മൊത്തം കിട്ടിയത്. ഇപ്പോൾ നൈറ്റായി തുടങ്ങി. എന്തായാലും നമുക്ക് ഇപ്പോൾ പോയി കടന്നുറങ്ങാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെഡായ സീനാണ്. നമുക്കിതാ ഇപ്പോൾ ഈ വില്ലേജ് എന്താ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഈ വില്ലേജ് നമ്മൾ മുഴുവനായിട്ട് റെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പം തന്നെ ബേസിക് മോണില്ല, വേറൊരു വില്ലേജ് കിട്ടുകയാണെങ്കിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യട്ടോ നിങ്ങളെ. അങ്ങനെ ഒരു വില്ലേജും കൂടി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ ദൂരമൊന്നുമില്ല, ഒരു 500-600 ബ്ലോക്ക് അപ്പുറത്ത് തന്നെ ആയിരുന്നു ഈ വില്ലേജ്. അപ്പോൾ ഇനി നമുക്കും കഴിഞ്ഞ വില്ലേജിൽ കാട്ടിയപ്പോൾ തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. ഈ ചെസ്സിലാണെങ്കിലും ഒന്നും ലാപ്പിൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ആവശ്യമില്ല. ഇപ്പോൾ ഉപകാരപ്പെട്ടത് ഇതായി കാണുന്ന ബുക്ക് ഷെൽഫാണ്. ആ വില്ലേജ് ഞാൻ മൊത്തം നോക്കി, പക്ഷെ നമുക്ക് അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല, കാരണം മറ്റേ വില്ലേജിൽ നിന്ന് തന്നെ ഫാം ഐറ്റംസ് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഗൈസ്, ഇതൊന്നും നോക്കാം, ഇതാ മറ്റേ പ്രിവിലേജസ് ഔട്ട് പോസ്റ്റ് അല്ലേ? എടാ റൂയിൻ ഫോർട്ടല് രണ്ടൊരു സ്ഥലത്ത് കിട്ടിയല്ലോ. ഇതിപ്പോൾ ലാഭമായല്ലോ. വില്ലേജ് തപ്പി ഇറങ്ങിയതാ. നമുക്കിപ്പോൾ 2 ഐറ്റംസാണ് കോൾ അടിച്ചത്. എന്തായാലും റോയിൻ പോർട്ടൽ നമുക്കൊന്ന് നോക്കിയോ. ഇതൊന്ന് നോക്കാം. ഒബ്സിഡിയൻ ഒറ്റൊന്ന് വെച്ചാൽ മതി. നമുക്ക് പോർട്ടൽ ഇവിടെ തന്നെ അപ്പോൾ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചെസ്റ്റിൽ കയ്യിലാണെങ്കിൽ വെക്കാൻ സ്ഥലമല്ല. ഞാൻ എന്തായാലും ഒബ്സിഡിയൻ ഇപ്പോൾ എടുക്കുന്നില്ല, കാരണം കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ഈ സ്ഥലത്ത് തന്നെ വരാം. നമുക്ക് പോർട്ടൽ ഇവിടെ തന്നെ സെറ്റാക്കാം. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് ഹെൽമെറ്റും ഞാൻ ജസ്റ്റ് ആവശ്യമുള്ള തലക്കെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അയൺ ഇങ്കറ്റും കുറച്ച് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഗോൾഡ് ഇങ്കറ്റും നമുക്ക് തൽക്കാലം എടുക്കാം. അപ്പോൾ കയ്യിലുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് നിലത്തേക്ക് ഒഴുക്കി വിട്ടിട്ട്, അത് ഒഴുക്കി വിട്ടാലും ഇല്ലെങ്കിലൊക്കെ ഒരേപോലെ തന്നെ ജസ്റ്റ് ഒഴുക്കി വിട്ടിട്ട് ആ ബക്കറ്റ് ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് മറ്റേ ഗോൾഡ് ഇങ്കറ്റ് കളക്ട് ചെയ്യും. ഇനി നമുക്ക് ഔട്ട് പോസ്റ്റൊക്കെ ഒന്ന് പോയാൽ കേട്ടോ. നമുക്ക് അവിടുന്ന് ചിലപ്പോൾ എന്തെങ്കിലും നല്ല സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. അതിൻ്റെ ഔട്ട് പോസ്റ്റിന് തൊട്ടപ്പുറത്ത് തന്നെ അയൺ ഗോളം നിൽക്കുന്നുണ്ട്. എന്തായാലും അതിനെ തുറന്നു വിടാം. നമുക്കെന്നാൽ ഒരു ജസ്റ്റ് സപ്പോർട്ട് ഉണ്ടായിക്കോളാം നമ്മളെ ബാക്കിൽ നിന്ന്. മറ്റേ അതിനൊക്കെ അയൺ ഗോളം കൊന്നോളും. ഞാൻ മോൾക്ക് കയറിയുടെ തന്നെ അറ്റാക്കിങ് തുടങ്ങി. ഒടുക്കത്തെ ഡാമേജ് ആണല്ലോ റബ്ബേ തരുന്നത്. ഷിഫ്റ്റ് നോക്കിയിട്ട് എന്താ ആവാത്ത ഓക്കെ. എന്തായാലും ഷീൽഡ് കൊണ്ട് വന്നുകൊണ്ട് നല്ല ഉപകാരമായിട്ടോ. അപ്പോഴാണ് ഷീൽഡിൻ്റെ ഉപകാരം കറക്റ്റ് വന്നത്. എന്തായാലും അതിനെ ഞാൻ കൊന്നിട്ട് ബാഡോമന് പോഷൻ തരുന്ന പ്രിവിലേജർ അതിനെയും കൊല്ലണം. ഞാൻ അപ്പോൾ ഷീൽഡ് പിടിച്ച് നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വിട്ടാൽ ഒരു ഡാമേജ് തന്നാൽ മതി, ഞാൻ ചാവും. ജസ്റ്റ് ഇങ്ങനെ ഓല് റീലോഡ് ചെയ്യണ നേരെ നോക്കി കണ്ട് ഞാൻ അടി കൊടുത്തോണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞാൻ രണ്ടാളെയും തീർത്തിട്ടുണ്ട്. ഇതാ നമുക്ക് ആ ബേഡോമൻ പോർഷൻസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റെയ്ഡിന് ആവശ്യം വരും. മേലുള്ള ചെസ്റ്റിൽ എൻചാൻറ്റഡ് ബോട്ടിലുള്ളത് ജസ്റ്റ് ഞാൻ നിലത്ത് പൊട്ടിച്ച് കിട്ടുന്ന എൻചാൻ്റ് ആക്കി. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ ബേസിലോട്ട് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ ക്യാരറ്റും ജസ്റ്റ് കയ്യിലെടുത്ത് ഹങ്കർ ബാർ ഒന്ന് ഫുള്ളാക്കട്ടെ. അടിയിറങ്ങണ്ടണോ അതാ ക്രീപ്പറും സെൽറ്റാവും. അതാ ഒരു 3 ആൾ നമ്മളെ ക്രീപ്പർ തന്നെ തീർത്തിട്ടോ. നമുക്ക് പണി എളുപ്പമാക്കി. ഇനി ഒന്നും നോക്കണ്ട, ഓടന്നെ ബേസ് ഓടുക, തിരിഞ്ഞ് നോക്കണ്ട. ബാക്കിൽ ഫുള്ള് സോംബീസും മോബ്സുമാണ്. ഒന്നും നോക്കണ്ട, പോവന്നെ നേരെ ബേസിലോട്ട് പോവാം. വില്ലേജ് കണ്ടെത്തി വന്ന നമുക്ക് ഇപ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഔട്ട് പോസ്റ്റ് റൈഡ് ചെയ്ത് റൂയിൻ പോർട്ടലും കണ്ടെത്തി. ഇതാ സോംബീസൊക്കെ ഫുൾ ആർമേർഡാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മളെ ബേസിലോട്ട് എത്തി. ഇനി ഒന്നും നോക്കണ്ട, നൈറ്റാണ്. ഇവിടെ ഇത് നമ്മുടെ വില്ലേജർ സോംബി ആയതല്ലേ, എന്തായാലും അതിനൊന്നും ഞാൻ കൊല്ലാൻ നിൽക്കണില്ല. ഞാൻ വേഗം പോയി കടന്നാ നമ്മളെ ബേസിൻ്റെ മുന്നിൽ തന്നെ ക്രീപ്പർ കുട്ടി സോംബിനെ കൊണ്ട്. ഇത് ഇവിടുന്നപ്പോൾ സോംബി വില്ലേജേഴ്സ് ഇങ്ങനെ. എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ ഇവനെ കൊല്ലാതെ അങ്ങോട്ട് പോയാലും നടക്കില്ല. അവിടെ ക്രീപ്പർ ഉണ്ട്. ആ നേരം ക്രീപ്പർ ഒന്ന് പോയിക്കോട്ടെ. ഇപ്പം നമുക്ക് ആ ക്രീപ്പർ പോയതൊക്കെ നോക്കി നമുക്ക് വേഗം പോയി കടന്നുറങ്ങാം, അല്ലെങ്കിൽ ഡെഡായ സീനാണ്. ഓക്കെ, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക സുഖം കേട്ടോ. നമ്മൾ വില്ലേജൊക്കെ റെയ്ഡ് ചെയ്ത് വന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ കാണിച്ചത് അതാ, നോക്കിക്കോളി കേട്ടോ. ഒരുപാട് ഐറ്റംസാണ് നമ്മൾ ഇൻവെൻറ്ററിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം എൻ്റെ ചെസ്റ്റിക്ക് വെക്കുകയാണ്. കാരണം അതൊക്കെ നമുക്ക് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണത് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇതാക്കണം. ഇന്നത്തെ നമ്മളെ ഗോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കണം. അടുത്ത വീഡിയോയിൽ എൻ്റെ മൈൻഡിലൊരു വലിയൊരു പ്ലാൻ ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഗോൾ മൊത്തം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഓക്കെ, ബൈ.